നമസ്കാരമുണ്ട്. ഇപ്പോൾ വന്ന നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ ചേർന്ന് പിടിച്ചിട്ടുള്ളൊരു പുലിവാലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ മാർച്ച് 11 ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടുണ്ടായിട്ടുള്ള പുലിവാല് ചെറുതൊന്നുമല്ല. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം തന്നെ ഒരു വിദ്യാർത്ഥി ആവാൻ തക്ക വണ്ണം മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്നുള്ളതാണ് വാസ്തവം. എന്ത് ചെയ്യാം? പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഇനിയും ചെയ്യും, ഇതിനു മുൻപേയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഇപ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മുൻകൈയെടുത്തത് എന്ന് മാത്രമേ പറയാനുള്ളൂ. 16 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ ആണ് അദ്ദേഹം ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്ന് മുൻകൈയെടുത്തിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊരു കേരള സ്റ്റോറി ആണെന്നും പറഞ്ഞ് നടക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന വ്യക്തിയുമൊക്കെ ചേർന്നുണ്ടാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റുകളായിരുന്നു എന്നും യഥാർത്ഥത്തിലുള്ളതൊന്നുമല്ല എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു കുട്ടി കേരളത്തിലേക്ക് പാഞ്ഞു വന്ന് എനിക്ക് എൻ്റെ നാട്ടിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാരതിന് സമ്മതിക്കില്ല, കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു അന്യമതസ്ഥനെയാണ്, അതിനുശേഷം എനിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവന് ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലേക്ക് ഓടി വന്നു. എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള കുറച്ച് മലയാളികൾ അവര് വന്ന ഉടനെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാണ് ഒരു കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ട് അവരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതിന് കാരണമുണ്ട്. അതിന് തൊട്ടു മുന്നേ ആയിട്ടാണ് കേരളത്തിന് അപമാനകരമായിട്ട് അല്ലെങ്കിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ ഭാഗം, അതായത് ഒരു ട്രെയിലറും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലെ കുറച്ച് ഭാഗങ്ങളെ ഒക്കെ അടർത്തിയെടുത്തിട്ട് പലരും ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അതല്ല വാസ്തവത്തിലുള്ള കേരള സ്റ്റോറി, ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞു നടന്ന ആളുകളൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട അവസ്ഥയിലാണ്. കാരണം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് 18 വയസ്സെങ്കിലും മിനിമം ആയിരിക്കണം ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന്. എന്നാൽ കുംഭമേളയിലൂടെ വൈറലായി മാറിയ കേരളത്തിലേക്ക് അഭയാർത്ഥിയെ പോലെ പാഞ്ഞു വന്ന മൊണാലിസ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ്, ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള വിഷയം. കാരണം കുംഭമേള സമയത്ത് തന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ നാട്ടിലെ സ്കൂളില്ല, എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ആ കുട്ടിക്ക് 14-15 വയസ്സേ ഉള്ളൂ എന്നുള്ളതും പത്രവാർത്തകളിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നതുമാണ്. എന്നിട്ടാണ് അത് കഴിഞ്ഞ് 4 വർഷം പോലും ആവുന്നതിന് മുൻപ് ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പാഞ്ഞു വന്നപ്പോൾ അത് വ്യാജമാണോ അല്ലേന്ന് പോലും നോക്കാണ്ട് ഇവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അവരതിൽ വിജയിച്ചു, അവർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷേ അതിപ്പോൾ ശൈശവ വിവാഹമായി മാറി എന്നുള്ളതാണ് വാസ്തവം. ഒരു പോക്സോ കേസും
ഈ കല്യാണം കഴിച്ച ചങ്ങായിൻ്റെ പേര് വന്നിട്ടുണ്ട്. അപ്പം അവിടുന്ന് എന്ത് ചെയ്തു, ആ കുട്ടിയുടെ അച്ഛൻ പരാതിയൊക്കെ കൊടുത്തു, സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി. അവിടുത്തെ പോലീസുകാർ ഇപ്പോൾ പാഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ. ഇതിന് നേതൃത്വം കൊടുത്തവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിലിപ്പോ ആരെയും വേർതിരിച്ച് കാണാനുള്ളൊരു സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. ചെയ്തത് പോക്സോ നിയമപ്രകാരമുള്ള കുറ്റമായതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള വകുപ്പില്ല, ജാമ്യമില്ലാത്ത വകുപ്പാണ്. എന്ത് തന്നെയായാലും ഒരു വിദ്യാർത്ഥി ആവാൻ മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ വളരെ മോശപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതേ മന്ത്രി മുൻകാലങ്ങളിൽ സ്വീകരിച്ച പല നല്ല നിലപാടുകളെയും ഈ ഒരു പ്രവൃത്തി മൂലം നമുക്ക് മറക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ വ്യാകരണ പെശകോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം നല്ല മികച്ച രീതിയിലുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മുൻനിർത്തി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ ചെയ്ത കാര്യം വളരെ മോശം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾക്കെതിരെ മോശം കാര്യങ്ങൾ ചെയ്ത അധ്യാപകരെ പിരിച്ചുവിട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഒരു വിദ്യാർത്ഥി ആവാൻ മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റൊരാൾക്ക് എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ, വാസ്തവമെല്ലാം പുറത്തു വരട്ടെ. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രാജ്യസഭാ MP-യും സംസ്ഥാന ഭരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല പ്രമുഖരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളുമൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള തെറ്റാണ്. അതിനെ എന്തു പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയുകയുമില്ല. ശൈശവ വിവാഹം നിരോധിച്ച ഒരു രാജ്യത്തത് നടത്തി കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ മുന്നോട്ട് വന്നു എന്ന് പറയപ്പെടുന്നത് തീർത്തും ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, അത് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ആണ് നടന്നത്. പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ മാത്രം വസിക്കുന്ന കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത് നടന്നത് എന്ന് പറയപ്പെടുന്നത് സംസ്ഥാനത്തിന് തന്നെ വാസ്തവത്തിലൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ലോകർക്ക് മുന്നിൽ നമ്മളെ വളരെയധികം മോശപ്പെട്ടവരായി ചിത്രീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിന് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ കാരണക്കാരായി എന്ന് പറയുന്നത് എന്താ പറയാ, ലജ്ജാകരം എന്ന് പറഞ്ഞാൽ മോശമാവും. അതിലേറെ വല്ല വാക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതാവും ഇതിന് ഉചിതം. എന്തായാലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു വരുന്ന മുറയ്ക്ക് ഇതിലെ കുറ്റക്കാരെ മുഴുവൻ അവര് ഇരിക്കുന്ന പദവിയോ അവരുടെ പ്രായമോ ഒന്നും പരിഗണിക്കാതെ, അവരുടെ ആരോഗ്യത്തെ പോലും പരിഗണിക്കാതെ ശിക്ഷയ്ക്ക് വിധേയരാക്കേണ്ടതാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിന് കൂട്ടുനിന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത്. എന്തായാലും
സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് തീരാക്കളങ്കമായി ഈ ഒരു കേരള സ്റ്റോറി എന്ന് ഉയർത്തിക്കാണിച്ച കല്യാണം മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ പുലിവാല് പിടിച്ച കല്യാണം നടത്താൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ച എല്ലാവരെയും പിടിച്ച് ജയിലിനകത്താക്കണം. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷാവിധികൾ നൽകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ചും ആ കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയെ നേർവഴിക്ക് നടത്തേണ്ടുന്നതിന് പകരം ഇത്തരം ഒരു തെറ്റിന് കൂട്ടുനിന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെയൊന്നും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള വാസ്തവം കൂടി എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രത്തോളം മികച്ച സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് ഏതൊരു മേഖലയിൽ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഇവർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ശിക്ഷിക്കണമെന്ന് പറയുമ്പോഴും ഇവർക്കൊരിക്കലും ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് 100% ഉറപ്പെനിക്കുള്ളത് കൊണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വരെ മുന്നോട്ട് വരാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തെറ്റുകൾ ആളുകൾ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ വേണം എന്നത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.